കേരളത്തിൽ ചൂട് കൂടുന്നതിനൊപ്പം പാമ്പ് പേടിയും കൂടുകയാണ്. ഈ കനത്ത ചൂടിൽ തണുപ്പ് തേടി ഇറങ്ങുകയാണ് പാമ്പുകൾ. ഈ മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പാമ്പ് കടിയേറ്റ ഒരുപാട് പേർ മരിച്ച വാർത്തയും ഒക്കെ നിരന്തരം വരികയാണ്. ഒരുപാട് പേർക്ക് കടിയേൽക്കുന്നു, ഒരുപാട് പേർ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് പാമ്പുകൾ ഇത്തരത്തിൽ പുറത്തിറങ്ങുന്നത്, മാളങ്ങൾ വിട്ട് പുറത്തിറങ്ങുന്നത്. ഇനി പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യണം, വീടുകളിൽ നമ്മൾ ഇവ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ആദ്യം നമുക്കൊന്ന് നോക്കി പോകാമല്ലോ. എല്ലാ പാമ്പുകളും വിഷമുള്ളവയാണോ? അല്ല. പല ഇനത്തിലുള്ള പാമ്പുകളുണ്ട്. കേരളത്തിൽ പൊതുവേ കാണപ്പെടുന്ന പാമ്പുകളിൽ 10ൽ താഴെ ഇനങ്ങൾക്ക് മാത്രമാണ് വിഷമുള്ളത്. മൂർഖൻ, ശംഖുവരയൻ, അണലി, രക്തയണലി, മുഴമൂക്കൻ, കുഴിമണ്ടലി, രാജവെമ്പാല മുതലായവയൊക്കെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പാമ്പുകളാണ്. അതായത് വിഷാംശമുള്ള പാമ്പുകളാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ പാമ്പുകൾ കൂടുതലായിട്ട് പുറത്തിറങ്ങുമെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഇത് പാമ്പുകളുടെ മുട്ട വിരിയുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആദ്യം പാമ്പ് കടിയേറ്റ് മരിച്ച ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് എത്ര ശംഖുവരയൻ്റെ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന ആ പാമ്പിൻ്റെ എത്ര കുഞ്ഞുങ്ങളെയാണ് കണ്ടെടുത്തത് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിലൂടെയും അല്ലാതെ ചിത്രങ്ങളിലൂടെയും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ പാമ്പുകളുടെ മുട്ട വിരിയുന്ന ഒരു സമയം കൂടിയാണിത്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതമായതും തണുപ്പുള്ളതുമായിട്ടുള്ള ഇടം തേടി വീടിനുള്ളിലേക്ക്, വീടിന്റെ അകത്തളങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. പാമ്പിനെ കണ്ടാലുടൻ വനം വകുപ്പിന്റെ രക്ഷാപ്രവർത്തകരുമായിട്ട് ഉടൻ ബന്ധപ്പെടുക. സ്വയം പാമ്പിനെ പിടിക്കാനുള്ള അവിവേകം ഒന്നും ആരും കാണിക്കാതിരിക്കുക. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള പാമ്പുകളാണ്. അപ്പോൾ നമ്മുടെ ജീവനെ നമ്മൾ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. അതുകൊണ്ടാണ് വനം വകുപ്പുമായിട്ട് ബന്ധപ്പെടാൻ പറയുന്നത്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ സർപ്പ ജില്ലാ കോർഡിനേറ്റർമാർ വഴിയോ ഒക്കെ നമുക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. അപ്പോൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സ ഉടൻ തന്നെ തേടണം. നമ്മൾ ഭയചകിതരാകരുത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഭയപ്പെട്ടു പോകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും ഭയം ഇല്ലാതെയാക്കുന്ന അവസ്ഥയിലേക്ക്, നമ്മൾ സ്ട്രെസ് കൂടി ടെൻഷനൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുവഴി പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ വിഷം ശരീരമാസകലം പടരും എന്നുള്ളതാണ് അറിവുള്ളവരൊക്കെ പറയുന്നത്. ഇതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരെല്ലാം പറയുന്നത്. എന്തായാലും ശരീരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള മുറിവോ നീറ്റലോ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ സമയം പാഴാക്കാതെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തലകറക്കം, ഛർദി, ശ്വാസതടസ്സം, കണ്ണുകൾ അടഞ്ഞു പോവുക, വയറുവേദന, മൂക്കിലൂടെ രക്തം വരിക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഒരുപക്ഷെ സർപ്പദംശനം ഏറ്റതിൻ്റെ ആകാം. ഇനി വീടുകളിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. മുറ്റം, നടവഴി എന്നിവിടങ്ങളിലൊക്കെയും പരിസരത്തെയും ഒക്കെ കാടുകളൊക്കെ നമ്മൾ നീക്കി വെക്കുക. ചപ്പുചവറുകളും മറ്റും ഒന്നും കൂട്ടിയിടാതെ ഇരിക്കുക. വീടിന് സമീപം ഇഷ്ടിക, വിറക്, കല്ലുകൾ, പാഴ്വസ്തുക്കൾ ഒന്നും കൂട്ടിയിടാതെ ഇരിക്കുക. അത് വലിച്ചെറിയുകയും ചെയ്യരുത്. പാചകത്തിനും മറ്റുമായിട്ടൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിറക് എടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധ വേണം. നമ്മൾ ഓടി ചെന്നിട്ടായിരിക്കും വിറക് അടക്കി ഇങ്ങനെ എടുക്കുന്നത്. പക്ഷേ ഒരു നോട്ടം, ഒരു ശ്രദ്ധ അതിലേക്ക് കൊടുക്കണം. മറ്റൊന്ന്, ഭക്ഷണാവശിഷ്ടം വലിച്ചെറിയാതിരിക്കുക. അത് തിന്നാനായിട്ട് എലികളും പാമ്പുകളും എത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കിടക്കുമ്പോൾ തലയിണ, ബെഡ്ഷീറ്റ് ഒക്കെ തട്ടിക്കുടഞ്ഞിടുക. കട്ടിലിൻ്റെ അടിഭാഗം നമ്മൾ പ്രത്യേകം പരിശോധിക്കുക. കാരണം നമ്മൾ ആദ്യം ഈ ബെഡ്ഷീറ്റും തലയിണയൊക്കെ കുടഞ്ഞിട്ടുകൊണ്ട് നേരെ കിടക്കാനായിട്ട് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചെയ്യരുത്. കട്ടിലിൻ്റെ അടിയിൽ, മേശയുടെ അടിയിലൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത്. പാചകവാതക സിലിണ്ടറുകളുടെ കീഴ്ഭാഗവും പ്രധാനപ്പെട്ട ഒരിടമാണ്. അത് പരിശോധിക്കണം. വീടിന് മുകളിലേക്ക് പടർത്തിയിട്ടുള്ള വള്ളിച്ചെടികൾ, ജനൽ, എയർ ഹോൾ എന്നിവയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. വീടിന് മുകളിലേക്ക് വളർന്നിട്ടുള്ള മരങ്ങളുടെ ശിഖരങ്ങളും വെട്ടിക്കളയാവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ. യൂറോപ്യൻ ക്ലോസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത്
തുറന്നിടാതിരിക്കുക. ഷവറിൻ്റെ പിടിയും പൈപ്പുകളുടെ വിടവും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. ഡ്രെയിനേജ് പൈപ്പുകളെല്ലാം ശരിയായിട്ട് മൂടി വയ്ക്കുക. വാതിലുകളുടെ താഴെയും മറ്റുമുള്ള വിടവുകൾ അത് മറച്ചു വയ്ക്കുക. ചില വാതിലുകളും താഴെയുമായിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കുഞ്ഞു പാമ്പുകളൊക്കെ ആണെങ്കിൽ കയറി പോകാനായിട്ട് വളരെ എളുപ്പം സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളിൽ പെടുകയും ചെയ്യില്ല. ഷൂ, ചെരുപ്പ്, ഹെൽമറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷൂ, ചെരുപ്പ്, ഹെൽമറ്റ് എന്നിവയൊക്കെ ധരിക്കുമ്പോൾ നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ പാമ്പ് കടിയേറ്റ് പൊലിഞ്ഞത് 4 ജീവനുകളാണ്. അപ്പോൾ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. പാമ്പ് കടിയേറ്റാൽ കൃത്യമായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ഒക്കെ തേടുക. ഇതിനു പുറമെ പാമ്പ് കടിയേൽക്കാതിരിക്കാനുള്ള ചില മുൻകരുതലുകളും ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പേടിക്കരുത്. അതാണ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. പേടിക്കുന്നത് ഹൃദയമിടിപ്പ് വർദ്ധിക്കാനും അത് ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിലാക്കുന്നതിനുമൊക്കെ ഇടയാക്കും. ഇത് പാമ്പിന്റെ വിഷം കൂടുതൽ വേഗത്തിൽ ശരീരത്തിലേക്ക് വ്യാപിക്കാനും റിസ്ക് കൂട്ടാനും സാധ്യതയാക്കും. അപ്പോൾ അനാവശ്യ ചലനം ഒഴിവാക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രെച്ചറിൽ കിടത്തിയോ മറ്റോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവ് ഒരിക്കലും അമിതമായിട്ട് മുറുക്കി കെട്ടാതിരിക്കുക. പലരും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ അറിയാം, പലരും വളരെ മുറുക്കിയാണ് ടൈറ്റ് ചെയ്തിട്ട് അത് കെട്ടിവെക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. മറ്റൊരു കാര്യം, ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ ഒന്നും കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യമില്ല. അതിനുവേണ്ടി സമയം പാഴാക്കരുത്. അതിനുവേണ്ടി പാഴാക്കുന്ന സമയം കടിയേറ്റയാളുടെ ജീവന് കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുക. അയാളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. പാമ്പ് കടിയേക്കാതിരിക്കാനായിട്ട് എന്തെല്ലാം ശ്രദ്ധിക്കണം? വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മുൻപ് പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. വിടവുകളൊക്കെ അടച്ചു വയ്ക്കുക. വീടിന് പുറത്ത് കിടന്നുറങ്ങാതിരിക്കുക. പലരും ചൂടായതുകൊണ്ട് എന്ത് ചെയ്യും? വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ പുറകുവശത്തൊക്കെ ആയിട്ട് അതായത് എയർ സർക്കുലേഷൻ കൂടുതലുള്ള ഇടത്ത് വന്ന് കിടന്നിട്ട് ഉറങ്ങും. അങ്ങനെ ചെയ്യാതിരിക്കുക. നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകുമെന്ന് ഒരു വശം പറയുന്നുണ്ട്. വീടിനും പരിസരത്തിനും ചുറ്റുമുള്ള മാലിന്യങ്ങൾ എല്ലാം തന്നെ നീക്കം ചെയ്യണം. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. സന്ധ്യാസമയത്തും രാത്രി സമയത്തുമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ടോർച്ചൊക്കെ ഉപയോഗിക്കുക. കരിയിലകൾക്ക് മുകളിലൂടെയും കുറ്റിച്ചെടികൾക്കിടയിലൂടെയും ഒന്നും നടക്കാതിരിക്കുക. കാൽപാദം സംരക്ഷിക്കുന്ന ചെരുപ്പുകൾ ധരിക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായി സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക്ക് റെസ്ക്യൂവേഴ്സിനെ അവരെ വിവരം അറിയിക്കാനായിട്ട് വനം വകുപ്പിന്റെ സർപ്പ ആപ്പാണ് നമ്മളെ സഹായിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക.